മഴയ്ക്ക് ശമനമുണ്ട്. ഇന്നലെ രാത്രി ഉണ്ടായിരുന്ന തരത്തിലുള്ള അതിശക്തമായ മഴ നിലവിൽ കോട്ടയത്ത് തന്നെ പെയ്യുന്നില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം താലൂക്കിലാണ്. അവിടെ ഒന്നും തന്നെ കാര്യമായി ചെറിയുള്ള ചാറ്റൽ മഴ മാത്രമാണ് ഇന്ന് രാവിലെ മുതൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മലയോര മേഖലയിൽ, പ്രത്യേകിച്ച് കാഞ്ഞിരപ്പള്ളി, മീനച്ചിൽ താലൂക്കുകളിലൊക്കെ തന്നെ ശക്തമായ മഴ ഇടവിട്ട് പെയ്യുന്നുണ്ട്. അതുതന്നെയാണ് ജില്ലയിൽ ഒരു പ്രധാനമായ ആശങ്കയായി നിൽക്കുന്നത്. പ്രത്യേകിച്ചും കോട്ടയത്തെ സംബന്ധിച്ച് നമുക്കറിയാം, അത് മഴ പെയ്തു കഴിഞ്ഞാൽ മാത്രം പോരാ, ഈ വെള്ളം വന്നിറങ്ങുന്നത് പ്രത്യേകിച്ച് താഴ്ന്ന പ്രദേശങ്ങളെയാണ്, ആ പടിഞ്ഞാറൻ മേഖലകളിലാണ്. ആ പടിഞ്ഞാറൻ മേഖലയാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ദുരിതമായി മാറിയിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളിയിലാണ്. പുതുപ്പള്ളി 12-ാം വാർഡ് കൈതേപ്പാലം എന്ന പ്രദേശത്താണ്. അല്പസമയം മുമ്പാണ് ഇവിടെ നിന്നൊക്കെ പലരെയും ആളുകളൊക്കെ തന്നെ ഫയർഫോഴ്സും അതുപോലെ തന്നെ റവന്യൂ ഉദ്യോഗസ്ഥരൊക്കെ ചേർന്ന് ഇവിടെ നിന്ന് മാറ്റിയത്. ആ പ്രദേശത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എന്തായാലും ആളുകളൊക്കെ തന്നെ പലരും ഇപ്പോൾ വീടുകളിൽ നിന്നൊക്കെ ഇറങ്ങി സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്കൊക്കെ തന്നെ മാറിപ്പോവുകയാണ്. അമ്മ, വീട്ടിൽ വെള്ളം കയറിയോ? വീട്ടിലേക്ക് എവിടെ പോവാ? ക്യാമ്പിലേക്ക് പോവാ. ഇവിടെ ക്യാമ്പ് തുറന്നിട്ടുണ്ടല്ലോ, ആയുർവേദ ഹോസ്പിറ്റൽ. വീട് മൊത്തത്തിൽ വെള്ളം കയറി, ബെഡെല്ലാം നനഞ്ഞു, തുണികള് ഇല്ല. വീട്ടിൽ വേറെ ആരൊക്കെ ഉള്ളത്? ഭർത്താവും 2 മക്കളും. അവരൊക്കെ മാറിയോ? അടുത്ത വീട്ടിൽ നിൽപ്പുണ്ട്. മഴ പെയ്യുമ്പോഴൊക്കെ വെള്ളം കയറുന്ന സ്ഥലമാണ്, വീടാണോ? രാത്രി 10 വരെ കുഴപ്പമില്ലായിരുന്നു. 4 മണിയായപ്പോഴാണ് കംപ്ലീറ്റ് റൂമെല്ലാം വെള്ളമായി. രാത്രി കിണർ വരെ മൂടിയാണ്. ക്യാമ്പ് പോവാണ്, ക്യാമ്പിൽ സുഖമില്ലാത്തതുകൊണ്ട്. ചേട്ടാ, ഇവിടെ സ്ഥിരം വെള്ളം കയറുന്ന സ്ഥലമാണോ? സ്ഥിരമായിട്ട് വെള്ളം കയറുന്ന സ്ഥലമാണ്. വർഷത്തിലെ 1-2 പ്രാവശ്യം വെള്ളം കയറാറുണ്ട്. ഇപ്പോൾ ഈ പ്രാവശ്യത്തെ വെള്ളത്തിലെ 100 കണക്കിന് മനുഷ്യരുടെ കൃഷിയെല്ലാം നശിച്ചു പോയിരിക്കുകയാണ് ഇവിടെ. കാരണം കണ്ടാനം, കപ്പ, വാഴ, മറ്റ് കുറുമ്പൂപ്പ് കൃഷികളെല്ലാം നശിച്ചു പോയി. അനേകരുടെ ഒരു ദുരിതത്തിലേക്കാണ് ഈ മഴ വെള്ളവും തള്ളിവിട്ടിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്ന ഇട്ടിപ്പാണി പാലത്തിലേക്കുള്ള വഴിയാണ്. അവിടെ എല്ലാം വീടുകളിൽ, അനേകരുടെ വീടുകളിൽ വെള്ളം കയറി. സാധുക്കളുടെ വീട്ടുപകരണങ്ങളും മറ്റ് സാധനങ്ങളും എല്ലാം നശിച്ചു പോയി. ഞാനിവിടെ ഉള്ളവനാണ്. നല്ല മഴയായിരുന്നു. നല്ല മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഒറ്റ രാത്രി കൊണ്ട് ഇത്രയും വെള്ളം വരുമെന്നുള്ള ഒരു പ്രതീക്ഷയില്ല. 2018 വന്ന വെള്ളത്തിൻ്റെ ഒപ്പം തന്നെ ഈ പ്രാവശ്യം വെള്ളം വന്നു. അതുമൂലം ഈ ചുറ്റുപാട്, ഈ ഡിസംബറിൽ സാധാരണ മഴ പെയ്ത് അങ്ങനെ പോകാറില്ല, വെള്ളം ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും കൃഷി ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഞാനടക്കം എനിക്കും ഉണ്ടായിരുന്നു. പയറ്, പാവല്, വഴുതന, കപ്പ, ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു. മൊത്തം വെള്ളത്തിനടിയിലായിപ്പോയി. ഒത്തിരി ആൾക്കാരെ ഇവിടുന്ന് ഫയർഫോഴ്സിൻ്റെ ബോട്ട് വന്ന് ബോട്ടെ കയറ്റി ഈ റെസ്ക്യൂ സെൻറ്ററിലോട്ട് മാറ്റിയിട്ടുണ്ട്. അവർക്കുള്ള ഫുഡെല്ലാം പഞ്ചായത്ത് അവിടെ നിന്ന് അറേഞ്ച് ചെയ്യുന്നുണ്ട്. വളരെ ബുദ്ധിമുട്ടായിപ്പോയി. പെട്ടെന്ന് ഓൺ ഓഫ് എ സഡൻ പെട്ടെന്ന് വന്നതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര ഒരു പ്രയാസവും, ആരും പ്രതീക്ഷിക്കാതെ വന്നതാണ്. 2018 വന്ന പോലെ തന്നെ ഓൺ ഓഫ് എ സഡൻ വന്നു. പക്ഷേ ഇപ്പം വെള്ളത്തിന് ഇച്ചിരി ശമനം ഉണ്ട്. അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും ആശ്വാസമായി മാറിയിരിക്കുന്ന പത്രത്തിലാണ്. നിലവിൽ മഴ ശക്തമായിട്ടല്ല കോട്ടയത്ത് പെയ്യുന്നത്, ചെറിയുള്ള ചാറ്റൽ മഴയാണ് പെയ്യുന്നത്. പക്ഷേ ദുരിതമായി മാറിയിരിക്കുന്നത് ഈ വെള്ളക്കെട്ട് തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മലയോര മേഖലയിൽ പെയ്ത വെള്ളം അത് ഒരു 24 മണിക്കൂറൊക്കെ കഴിയുന്ന സമയത്താണ് കോട്ടയത്തിന്റെ പടിഞ്ഞാറ് മേഖലകളിലേക്ക്, താഴെ പ്രദേശങ്ങളിലേക്ക് എത്തുന്നത്. ആ വെള്ളമാണ്. ഏതൊക്കെ പുഴകൾ ആണ് കരകവിഞ്ഞൊഴുകിയത്? ഇതിപ്പോ ഇല്ലേ 2-3 ദിവസം മഴ ഇന്ന് പെയ്ത പോലെയാണ് നമ്മൾ ദൃശ്യങ്ങൾ കാണുമ്പോൾ തോന്നുന്നു. ഒറ്റ ദിവസത്തെ അല്ലേ കുറച്ച് മണിക്കൂറുകളുടെ മഴ കൊണ്ട് ഇങ്ങനൊരു സ്ഥിതി ഉണ്ടായി. ഇതിപ്പോൾ ഏതൊക്കെ തീരപ്രദേശങ്ങളിലുള്ള നദീതീരങ്ങളിലുള്ളവർ ജാഗ്രത പുലർത്തണം? ഏതൊക്കെ നദീതീരത്താണ് ഇങ്ങനെ വലിയ തോതിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുള്ളത്? ആറുകൾ എന്ന് പറയുന്നത് മീനച്ചിലാറും മണിമലയാറുമാണ്. അവിടെ രണ്ടും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ടെങ്കിൽ കൂടി കാര്യമായ രീതിയിൽ ഒരു അപകടകരമായ രീതിയിലേക്കൊന്നും തന്നെ കാര്യങ്ങൾ എത്തിയിട്ടില്ല. ഏറ്റവും കൂടുതൽ ആശങ്ക ഇപ്പോൾ ദിവിഷ് ചോദിച്ച കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ചെറിയ കൈവഴികളാണ്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ കൈതേപ്പാലത്തിനടുത്ത് തോടുണ്ട്, അപ്പുറത്ത് മറ്റൊരു തോടുണ്ട്. അത്തരത്തിൽ ഈ തോടുകൾ കരകവിഞ്ഞ് ഒഴുകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്കയായി മാറിയിരിക്കുന്നത്. അതുതന്നെയാണ് ഇവരുടെയൊക്കെ ഈ കൃഷി പ്രത്യേകിച്ച് നാശനഷ്ടങ്ങളിലേക്കൊക്കെ തന്നെ പോകാനുള്ള കാരണം ഇത്തരത്തിൽ ഈ പെട്ടെന്ന് ഈ തോടുകളൊക്കെ കരകവിഞ്ഞ് ഒഴുകുന്ന സമയത്ത് അതിൻ്റെ സമീപത്ത് താമസിക്കുന്ന ആളുകളൊക്കെ തന്നെയാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. ചേട്ടാ, ഇവിടുന്ന് ആളുകളൊക്കെ നേരത്തെ മാറ്റിയായിരുന്നല്ലേ? മാറ്റി എല്ലാവരും മാറ്റി. വീട്ടിലൊക്കെ വെള്ളം കയറിയോ? പിന്നെ നമ്മുടെ വീട് അവിടെ കാണാം. എത്ര വീട്ടിൽ വെള്ളം കയറി അങ്ങോട്ട്? ഇങ്ങോട്ട് ഒരു 10-30 എല്ലാ വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. ഒരു 30 വീടുകളിലും. അത് വളരെ ഒരു പെട്ടെന്നുള്ളൊരു ഇതായതുകൊണ്ട് ആൾക്കാർക്കൊന്ന് മാറാനത്തൊക്കെ പറ്റുന്ന ഒരു അന്തരീക്ഷം അല്ലായിരുന്നു. പിന്നെ കുറേ പേര് പ്രായമുള്ളവരൊക്കെ അതിനകത്തൊക്കെ കുടുങ്ങിയവരുണ്ട്. അവരെയൊക്കെ ഇന്നലെ ഈ പറഞ്ഞാൽ ഫയർഫോഴ്സുകാരുടെ ഇതൊക്കെ വന്ന് എടുത്തുകൊണ്ട് പോയി. അവിടെ ഒരു കലുങ്ക് ഈയിടെ അടുത്ത കാലത്ത് ഉണ്ടാക്കി. അതാണ് ഇവിടെ ഏറ്റവും വലിയൊരു പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. ഈ റോഡ് നിരപ്പിൽ 1 മീറ്റർ പൊക്കത്തിലായിപ്പോയി. അപ്പോൾ ഈ റോഡിന്റെ വീതിക്ക് കലുങ്ക് വന്ന കാരണം ഈ വന്ന വെള്ളം അവിടെ ബ്ലോക്ക് ചെയ്യുക. ആ വെള്ളം കറങ്ങിയാണ് ഈ ഇവിടെയുള്ള ഈ വീടുകളിലൊക്കെ ഒരു പരിധി വരെയൊക്കെ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്.
പഞ്ചായത്തിൻ്റെ ഒരു 10-30 പേര് വഴി താമസിക്കുന്ന ഒരു കോളനിയാണ്, ലക്ഷം വീട് കോളനിയാണ്. ലക്ഷം വീട് കോളനിയിൽ ഒരു 90% വീടുകൾ വെള്ളത്തിനടിയിലായി. വെള്ളത്തിനടിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിനകത്ത് താമസിക്കാൻ മേലാത്ത സാഹചര്യമായിപ്പോയി. അവരെ മുഴുവൻ ഈ ക്യാമ്പിലോട്ട് മാറ്റേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. അവരുടെ സാധനങ്ങൾ മുഴുവൻ നശിച്ചു പോയിട്ടുണ്ട്. ഈ പ്രത്യേകിച്ച് ഡെയിലി ജോലിക്ക് പോകുന്ന ആൾക്കാർ സ്വന്തമായിട്ട് കൃഷി ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. സ്വന്തമായിട്ട് അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് കൃഷി ചെയ്യുന്ന അവരുടെയും കൃഷിയും പോയി. അല്ല, ഈ പുതുപ്പള്ളി, മീനടം, വാകത്താനം എന്നൊക്കെ പറയുന്നത് പ്രത്യേകിച്ച് കൃഷിക്ക് കൂടി ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ്. അത്തരത്തിലുള്ള കൃഷിനാശമാണ്. അല്ല, എനിക്കതിനകത്ത് കൂടുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂലിവേല ചെയ്ത് കൃഷി ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. കൂലിവേല ചെയ്ത് അതിൻ്റെ കിട്ടുന്ന ബാക്കി സമയം ഇത് സ്പെൻഡ് ചെയ്ത് ഇഷ്ടംപോലെ കൃഷി ചെയ്ത ആൾക്കാരുണ്ട്. അവരുടെ മൊത്തം നാശമായി. അവർക്ക് എന്തുമാണ് ഗവൺമെന്റ് കൊടുക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ എന്തെങ്കിലും സഹായിക്കാൻ പറ്റുന്ന ചിത്രമാണ്, ദുരിതത്തിന്റെ ചിത്രമാണ് ഷിനോജ് പങ്കുവച്ചത്. അവിടെ വെള്ളക്കെട്ടുണ്ട്, വലിയ തോതിൽ വെള്ളം കയറിയിട്ടുണ്ട്. അവിടുന്ന് 2 ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലായി 10-16 പേർ ഇതിനകം തന്നെ മാറി താമസിച്ചിട്ടുണ്ട്. അതിനിടയിലാണ് കൃഷിനാശത്തിന്റെ കൂടി വിവരങ്ങൾ വരുന്നത്.